ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ സ്നേഹവന്ദനം. ഞാൻ വിയപുരം ജോർജ് കുട്ടി. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിപ്പാൻ പോകുന്ന വിഷയം തെറ്റും ശരിയും തിരിച്ചറിയാൻ വയ്യാത്ത കുഞ്ഞിൽ, ദൈവമാരെന്നോ പിശാചാരെന്നോ അറിയാൻ വയ്യാത്ത കുഞ്ഞിൽ, എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിൽ, പപ്പയാരെന്നോ മമ്മിയാരെന്നോ പൂർണ്ണമായി അറിയാൻ വയ്യാത്ത കുഞ്ഞിനെ, ദൈവമക്കൾ ആരെന്നോ ദൈവവചനമാരെന്നോ പ്രമാണം എന്തെന്നോ അറിയാൻ വയ്യാത്ത കുഞ്ഞിനെ മാമോദീസ മുക്കാൻ വരുമ്പോൾ ചാക്കോച്ചനാകുന്ന തലതൊട്ടപ്പൻ ഏബ്രഹാമാവുന്ന കുഞ്ഞിൻ്റെ ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് മൊത്തം കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, പിശാചിനെ ഉപേക്ഷിക്കുന്നു എന്ന് 3 വട്ടം പറയും. അത് കഴിഞ്ഞ് വലത് കൈയിൽ പിടിച്ചുകൊണ്ട് മശിഹായെ സ്വീകരിക്കുന്നു എന്ന് 3 വട്ടം പറയും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നിഷ്കളങ്കനാകുന്ന കുഞ്ഞിൽ എവിടുന്നാണ് പിശാച് കയറിയത്? റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 5-ാം അധ്യായം 17 തൊട്ട് വായിക്കുമ്പോൾ, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുവാൻ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായി നീതീകരണവും വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. അവിടെ പൗലോസ് തെളിയിക്കുന്നത്, ആദാം പാപം ചെയ്തതിൻ്റെ ഫലമായി എല്ലാവരും പാപികളായി തീർന്നു. എന്നാൽ ആ പാപികളായിത്തീർന്ന് നമ്മെ വീണ്ടെടുപ്പാൻ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പ്രകാരം തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി തീർന്നു എന്നാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആദാമ്യ പാപമോ ജന്മപാപമോ നമ്മിൽ ദൈവം കണക്കിടില്ല. കാരണം ജന്മപാപമെല്ലാം നമ്മളെ പോയി. ഇനിയുള്ള നമ്മുടെ പാപം കർമ്മപാപമാണ്. കർമ്മപാപം എപ്പോഴാണ്? തെറ്റും ശരിയും തിരിച്ചറിയാൻ പ്രായമായ ശേഷം നാം ചെയ്യുന്ന പാപമാണ് കർമ്മപാപം എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ പാപമില്ല, കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്. അത് തെളിയിക്കുന്ന അനേക വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ, അവൻ തൊടേണ്ടതിനെ ചില ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു. യേശു അവരെ അരികത്ത് വിളിച്ച്, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവനാരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതുതന്നെയല്ല മത്തായി സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 4 വരെ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ചു, അവിടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അവിടെ കർത്താവ് തെളിയിച്ചു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, അവർക്ക് സ്വർഗരാജ്യം ദൈവരാജ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? ആ പ്രായത്തെക്കുറിച്ച് യെശയ്യാവ് 7:15 പറഞ്ഞേക്കുന്നത്, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകുന്ന ഒരു കുഞ്ഞ് വളർച്ച പ്രാപിച്ച് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നത് വരെ ആ കുഞ്ഞിനെ ശിശു എന്ന് വേണം വിളിക്കേണ്ടത്. അങ്ങനെ ഉള്ളവർക്കാണ് ദൈവരാജ്യം പറഞ്ഞത്. പണ്ട് കാലത്ത് ഈ മാമോദീസ മുക്കുന്ന ചില ഗ്രൂപ്പിൽ മാമോദീസ മുങ്ങാതൊരു കുഞ്ഞ് മരിച്ചാൽ ആ കുഞ്ഞിനെ പള്ളിയുടെ ശവക്കോട്ടയിൽ അടക്കത്തില്ലായിരുന്നു. അവരവരുടെ പുരേടത്തിലാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അടക്കിക്കൊണ്ടിരുന്നത്. കാരണം അവർ പറഞ്ഞത് മാമോദീസ മുങ്ങാഞ്ഞത് കൊണ്ട് കുഞ്ഞ് സ്വർഗത്തിൽ പോകത്തില്ല, വിശുദ്ധന്മാരുടെ ശവത്തിൻ്റെ ഇടയിൽ പോലും കിടപ്പാൻ കുഞ്ഞ് യോഗ്യനല്ല എന്നാ പഠിപ്പിച്ചത്. എന്നാൽ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നു എന്നാണ് എൻ്റെ അറിവ്. ആകയാൽ മാമോദീസ മുങ്ങിയാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഭാഗം തെറ്റാണ്. കാരണം ആ കുഞ്ഞിന് എട്ടും പൊട്ടും അറിയാത്ത ഒരു കുഞ്ഞാണ്. ദൈവം ആരെന്ന് അറിയത്തില്ല, പിശാചാരെന്ന് അറിയത്തില്ല, പപ്പായും മമ്മിയും ആരെന്ന് പൂർണ്ണമായി ഗ്രഹിപ്പാൻ പ്രായമായില്ല. ആ കുഞ്ഞിൽ എവിടുന്നാ പിശാച് കയറിയത്?
അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏകൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും ഭാവികളായപ്പോൾ കർത്താവിൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി തീർന്നു. പ്രത്യേകിച്ച് ഞാനൊരു തെളിവൂടെ വേണേൽ പറയാം, പഴയ നിയമത്തിൽ നിന്നൊരു തെളിവൂടെ പറയാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 39. കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും, അവർക്ക് ഞാനത് കൊടുക്കും, അവർ അത് കൈവശമാക്കും. അപ്പോൾ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നു, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 20 വയസ്സും അതിന് മേളിലുള്ളവരുടെ ജനസംഖ്യ മാത്രമേ എടുത്തുള്ളൂ, കുഞ്ഞുങ്ങളുടെ ആടെ എടുത്തില്ല. അത് കഴിഞ്ഞ് മരുഭൂമിയിൽ കയറി പെസഹ കുഞ്ഞാടിൻ്റെ ചോദ്യാൽ വീണ്ടെടുക്കപ്പെട്ടു, ചെങ്കടൽ കടന്ന് സ്നാനപ്പെട്ടു, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചു. എന്നാൽ അവരെല്ലാം പെറുപെറുപ്പുകാരായി, മത്സരികളായി. അതുകൊണ്ട് ദൈവം അവരെ എല്ലാം ശിക്ഷിച്ചു. അവരുടെ ശവങ്ങളെല്ലാം മരുഭൂമിയിൽ വീണു. എന്നാൽ ദൈവം മോശയോട് ഇപ്രകാരം പറയുണ്ടായി, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 29 മുതൽ 31 വരെ, ഈ ഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശി ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പെറുപുറത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കുകയില്ല. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ കുഞ്ഞുകുട്ടികളുണ്ടായിരുന്നു. തെറ്റ് ചെയ്ത പ്രായമുള്ളവരെ മുഴുവൻ ശിക്ഷിച്ചു. അവർ മുഴുവൻ പട്ടുപോയി. എന്നിട്ട് ദൈവം അവരോട് പറയാ, കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളുണ്ടല്ലോ, തെറ്റും ശരിയും ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ, അവരെ ഞാൻ വാഗ്ദത്ത കനാനിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയട്ടെ, ഏത് മനുഷ്യൻ്റെ ആയാലും ഏത് മരത്തിൽപ്പെട്ടതായാലും അവരുടെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ കർത്താവ് സ്വർഗത്തിൽ അവരെ കൊണ്ടുപോകും. നമ്മുടെ കർത്താവ് നീതിമാനാണ്. നീതി കെട്ട് കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ഏത് കാരണത്താ വേണം അവരെ ശിക്ഷിക്കേണ്ടത്? അവർക്ക് തെറ്റും ശരിയും അറിയത്തില്ല, ഗുണദോഷങ്ങളെ അറിയത്തില്ല. അവർ മരിച്ചാൽ, അങ്ങനെ ഏത് കുഞ്ഞു മരിച്ചാലും, ഗുണദോഷം അറിയുന്നതിന് മുൻപ് ഏത് കുഞ്ഞു മരിച്ചാലും ആ കുഞ്ഞ് സ്വർഗത്തിൽ പോകുന്നുള്ളതിന് 2 പക്ഷമില്ല. അതിന് സംശയം വേണ്ട. അതിനുവേണ്ടി കുഞ്ഞിനെ മാമോദിസ മുക്കേണ്ട കാര്യമില്ല. ആ മാമോദിസ മുക്കുമ്പോൾ പറയുന്നത് മുഴുവൻ കള്ളമല്ലേ, ദൈവോൻപാകെ അല്ലേ കള്ളം പറയുന്നത്? അതെല്ലാം ഒന്നിനു പുറകെ ഒന്ന് തെറ്റായിട്ട് മാറ്റപ്പെടും. അതുകൊണ്ട് ഈ ശിശുവിൽ എവിടുന്നാണ് പിശാച് വന്നത്? അവൻ തെറ്റ് ചെയ്യാൻ തുടങ്ങിയില്ല. അവന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആവശ്യമില്ലാത്ത അനാചാരങ്ങൾ നമ്മുടെ മധ്യയെ കൊണ്ടുവന്ന് ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞിൻ്റെ മേത്തൊന്ന് പിശാചിനെ ഓടിക്കുകയും കർത്താവിനെ ഈ കുഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചുമില്ല, പിശാചിനെ ഉപേക്ഷിച്ചുമില്ല. ഇതെല്ലാം കള്ളമാണ്. ദൈവൻപാക പറയുന്നതെല്ലാം പേര് മാറ്റി പറയുന്നതും വഞ്ചനയാകും. നേരത്തെ ഞാനൊരു കാസറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എന്നാൽ ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി, എന്ന് വെച്ചാൽ പാപം ചെയ്യുമ്പോഴാണ് നാം പാപിയായി മാറുന്നത്. അപ്പോൾ ഈ കുഞ്ഞു പാപമൊന്നും ചെയ്യുന്നില്ല, അതിന് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് അത് നിഷ്കളങ്കനായ കുഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ കുഞ്ഞിൽ പിശാചിനെ ഓടിക്കാനോ പിശാചിനെ ഉപേക്ഷിക്കാനോ കുഞ്ഞ് പിശാചില്ല. പിന്നെ കുഞ്ഞ് കർത്താവിനെ ഒട്ടും സ്വീകരിച്ചിട്ടുണ്ട്. അത് പ്രായമായി യേശു രക്ഷകനാണെന്നും പിശാച് കള്ളനാണെന്നും ബോധ്യമാകുമ്പോൾ അവനവൻ്റെ വായാൽ ഏറ്റു പറയട്ടെ, ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു, പിശാചിനെ ഉപേക്ഷിക്കുന്നു എന്നവൻ പറയട്ടെ. അങ്ങനെ പറയുന്നവരെ സ്നാനപ്പെടുത്തണം. ഞാൻ പറയട്ടെ, പള്ളിയിൽ കുഞ്ഞിനെയാ കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ കൈവച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കുക. അവൻ പാപം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടെങ്കിൽ അവനെ വെള്ളത്തിൽ മുക്കി വിശ്വാസസ്ഥാനം സ്വീകരിക്കുക. അതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നതിന് തടസ്സമൊന്നും പറവാൻ പാടില്ല. കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വരും. അവരെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തുക മാത്രമാണ് നമുക്ക് വേണ്ടിയത്. അതുകൊണ്ട് മാമോദിസ മുക്കി സ്വർഗത്തിൽ കടത്താമെന്നുള്ള ആ വ്യാമോഹം തെറ്റാണ്. അത് വചനവിരുദ്ധമാണ്, അത് പൈശാചികമാണ്, ദൈവീയമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വചനവിരുദ്ധമായ മാമോദിസയാണ് സ്വീകരിച്ചിട്ടുള്ളെങ്കിൽ തീർച്ചയായും വിശ്വസിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അനന്തരമുള്ള വിശ്വാസ സ്ഥാനം സ്വീകരിക്കുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവവിഷയമായി വളരുവാൻ
പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരുവഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ സ്ഥാനത്തെക്കുറിച്ച് മുൻപിരി കൂടാതെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പ്രസംഗിച്ച സ്ഥാനം തിരുവചന വെളിച്ചത്തിൽ മാമോദീസ തെറ്റോ ശരിയോ എന്ന വിഷയത്തെക്കുറിച്ച് 9 പാട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ യൂട്യൂബിൽ കയറി വിയവരം ജോർജ് കുട്ടിയൻ അടിച്ചാൽ ആ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.